കഴിഞ്ഞവർ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഇതൊന്നും എപ്പോഴും കാണിക്കാൻ പോകുന്നത് എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചീര നട്ടിട്ട് നല്ല വിളവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി അതേപോലെ ഞാൻ നടാൻ വേണ്ടിയിട്ടുണ്ട്. അത് നട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാമല്ലോ വെച്ചാൽ എൻ്റെ അടിയിൽ എന്നാണ്ട് വെച്ചാൽ അടിയിൽ ഞാൻ ആദ്യം ഇടുന്നത് പിന്നെ ഇതാന്ന് ഇടുന്നത് കണ്ടോ, ഈ വാഴത്തടേൻ്റെ ഇതാന്ന് ഇടുന്നത് കണ്ടോ. ഇത് എല്ലാം കരിയിൽ എല്ലാം ഇടും. ഇത് വളത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. കണ്ടോ, അടിയിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഉണ്ടല്ലേ ഇതേപോലെ അടിയിൽ ആദ്യം നിറച്ച് കൊടുക്കുക. ഉണ്ടല്ലോ ഇതേപോലെ നിറക്കുക. നിറച്ചിട്ടാകുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ കരിയില ഇതും കൂടി ഇടുക. കണ്ടാ, ഈ കരിയിലും കൂടി ഇടുക. ഇതിൻ്റെ മേലെ ഈ ചക്കരക്കിഴങ്ങിൻ്റെ ഇതിൻ്റെ ചക്കരക്കിഴങ്ങിൻ്റെ തല തന്നെ ഉണ്ട്. ഇതന്നെ ഇതിൻ്റെ മേലെ കുറച്ചിടുക. ഇതെന്ന് വെച്ചാൽ നല്ല വളമാണ്. അപ്പോൾ ഇനി നമ്മൾ വളം കൊടുക്കുമ്പോൾ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് ആവുകയില്ല, ഇത് പോയിപ്പോയില്ല. നമുക്ക് നല്ലൊരു തോലുമായിട്ട് കിട്ടുകയും ചെയ്തു, പച്ചത്തോലായിട്ട് കിട്ടുകയും ചെയ്തു. അതിനാണ് ഞാൻ ഇതിൽക്കൂടെ നിങ്ങൾക്ക് ഇട്ട് കാണിക്കുന്നത്. കണ്ടില്ലേ ഇതേപോലെ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ വെക്കാം. എന്താ ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇത് നല്ലപോലെ കുത്തി നിറച്ച് ചാക്ക് അതിൻ്റെ അടിയിലോളം ഇട്ടണം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ഇടുന്നത് വെച്ചാൽ കുറച്ച് ചകിരിച്ചോറിടാം. ഇതുകൊണ്ടല്ലേ കുറച്ച് ചകിരിച്ചോറാണ് ഇടുന്നത്. ഇതുകൊണ്ടല്ലേ ഇതേപോലെ കുറച്ച് ചകിരിച്ചോറ് ഇട്ടു. അതിൻ്റെ അടിയിൽ ഒരു ട്രിപ്പിന് ഇട്ടു. ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തിനാ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നടുമ്പോൾ അവർക്ക് വേറെ തന്നെ വേണം. ഇനി ഇതിൻ്റെ മേലെയാണ് മറ്റുള്ള വളങ്ങൾ കൊടുക്കേണ്ടത്. ഉണ്ടല്ലേ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഈ പിന്നെ കമ്പോസ്റ്റ് വളമുണ്ട്. ഈ കമ്പോസ്റ്റ് വളവും കൂടി ഇതിലിട്ട് കൊടുക്കട്ടെ. എന്താ ഇതേപോലെ ഈ കമ്പോസ്റ്റ് വളവും കൂടി ഇതിലിടട്ടെ. അതും കൂടി അതിലിട്ടു. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇനിയിപ്പം കുറച്ച് ഇതും കൂടി ഇട്ട് ഇത് ഇതിനിടക്കത്തേൻ്റെ ആ നട്ടേൻ്റെ അതാണ്, അതും കൂടി കുറച്ചിട്ട് കൊടുക്കുക. ഇതിനിടക്ക് നട്ടേൻ്റെ അതിൽ അതും കൂടി കുറച്ചിട്ട് കൊടുക്കട്ടെ. കണ്ടില്ലേ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇടട്ടെ. ഇതിപ്പോൾ തൽക്കാലം ഇതിൻ്റെ മേലെ ഇടിയായി. ഇനിയിപ്പോൾ ഇത് വേണ്ട. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ആദ്യം നേരത്തെ ഇട്ട പോലെ ഇട്ട് കൊടുക്കാം. അത് ഇതിൻ്റെ നടുക്ക് ഇത് വേണം. ഇതിൻ്റെ നടുക്കെന്ന് വെച്ചാൽ നമ്മൾ ആ കമ്പോസ്റ്റ് വളവും ആ ഇതും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ നടുക്കേ കൂടി നടുന്ന അവർക്ക് എടുക്കാൻ കഴിയില്ല, വളം കിട്ടൂല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് വേസ്റ്റാണ് ഇടുന്നത്. ഈ പിന്നെ വയക്ക മുറ്റത്തെ പുല്ലെല്ലാം പറിച്ച് വയക്ക ഈ വേസ്റ്റാണ് ഇടുന്നത്. ഇതിന് കണ്ടില്ലേ ഇതേപോലെ നടക്കുക. ഇത് കണ്ടല്ലോ ഇതേപോലെ. ഇത് വയക്കി വെച്ചിട്ട് കുറച്ച് 2 ദിവസമായി കുറച്ച് അത് അമിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ നട്ട് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമതും ഇതുപോലെ തന്നെ നടാൻ പോകുന്നത്. വിളവ് കിട്ടിയത് കൊണ്ടാണ് ഇത് നടാൻ പോകുന്നത്. ഇത് നല്ലൊരു ഒരു ചാക്കുന്ന തന്നെ നട്ടാൽ നമുക്കൊരു ദിവസത്തെ അത്യാവശ്യം നമ്മളെ ഒരു വീട്ടാവശ്യത്തിന് വിടുന്നത് അത്രയും കിട്ടും. നല്ല പോലെ ഇട്ടാൽ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഈ ചക്കരക്കിഴങ്ങിൻ്റെ വള്ളി തന്നെ ഇടുന്നത്. ചക്കരക്കിഴങ്ങുണ്ട് ഇതിൽ പിന്നെ ഇതും കൂടി ഉണ്ട്, ബസള ചീരിയില്ലേ അതിൻ്റെ തണ്ടും കൂടി, അതിൻ്റെ ചപ്പും ഇലയും തണ്ടും കൂടി ഉണ്ട്. എല്ലാം കൂടിയാണ്, എല്ലാ വളങ്ങളും കൂടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഒന്നൊന്നും മാത്രമായിട്ട് കൊടുക്കലില്ല, ഒന്നും എല്ലാം കൊടുക്കും. എന്നാലും മാത്രമേ എല്ലാറ്റിനും ഉണ്ടാവൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇതും കൂടി ഇട്ടു. ഇത് കുറച്ച് കരിയിലും കൂടി ഇട്ടു.
കുറേ കൂടി താവും. ആ സമയത്ത് നമുക്ക് നല്ലോണം വളമിട്ട് കുറച്ചും കൂടി വളമിട്ട് കൊടുക്കണം. എന്താ ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് വളവും കൂടി ഇടട്ടെ. ഇതിൻ്റെ വളം കമ്പോസ്റ്റ് വളം ഇട്ടു. കമ്പോസ്റ്റാണ് ഇതിൻ്റെ മെയിൻ ആള്. കമ്പോസ്റ്റ് വളം ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം. എന്താ വെച്ചാൽ അതും ഇതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ ആ പച്ചില വളവും കരിയിൽ എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല വളമായിട്ട് മാറും. അതാണ് ഇതിന് വെണ്ണ. നമ്മൾ ഇതിനൊന്നും വളമൊന്നും കൊടുക്കണ്ട. ഈ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം മതി. ഇത് നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുകയേ വേണ്ടു. 3 മാസം എത്തുമ്പോൾ നമുക്ക് കളിച്ചിട്ട് കിടക്കുക. ഇനി ഇത് വേണ്ടിക്ക് നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തല പടരുമ്പോൾ കുറച്ച് ചുറ്റും ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ 5 ഇരട്ടി വളവ് നമുക്ക് എടുക്കാൻ കഴിയും. ഇത് നട്ട് കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നട്ടിട്ട് പുറത്തേക്കടി വളർന്ന് പോകുമ്പോൾ അതിനുള്ള സൗകര്യത്തിന് നടണം, എടുത്ത് വെക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. എന്നിട്ട് അതിൻ്റെ ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെയും കൂടി നമ്മൾ ഇതേപോലെ മണ്ണിട്ടിട്ട് കൊടുത്താൽ നമുക്ക് ഒരു 5 ഇരട്ടി വളവ് നമുക്ക് കിട്ടും. ഒത്തിരിയല്ല കിട്ടും. ഒന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട വളവ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് പോട്ടയും മിശ്രിതാണ്. ഇതിൻ്റെ മേലെയും കൂടി കുറച്ചും കൂടി ഇട്ടേ. എന്നുവെച്ചാൽ ഇത് ഈ അടിയിലിടുന്നതെല്ലാം കുറേ അവിഞ്ഞ് വരും. അതുകൊണ്ട് താണ് പോരുത്. കണ്ടില്ലേ, ഇതേപോലെ. ഇനിയിപ്പോൾ ഞാൻ അതിന് ദ്വാരാക്കണം. ഞാൻ ദ്വാരാക്കട്ടെ. ഇപ്പോൾ കണ്ട, ഇത് 2 ട്രിപ്പിലാണ്. ഒന്ന് ഈ വരി, ഇന്ന് ഈ വരിക്കും കൂടിയാണ് ഞാനിപ്പം വളം ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ താഴോട്ട് അധികം ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞാൽ കിഴങ്ങ് താഴോട്ടല്ലേ കീഴേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കാത്തത്. ഇത് പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഇത് നട്ടിട്ട് കാണിച്ചു. ഇതെങ്ങനെയാണ് നടുവാന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ ഈ വളമുണ്ട്. ഇതങ്ങോട്ട് നമ്മൾ കുത്തി താത്തു കൊടുക്കുക. കുറച്ച് അങ്ങോട്ട് കടത്തി കൊടുത്താൽ കിഴങ്ങ് നല്ലപോലെ ഉണ്ടാവും. കണ്ടില്ലേ, ഇതേപോലെ ഇതുപോലെ അങ്ങ് ഉള്ളിലോട്ട് നമ്മൾ കടത്തി കൊടുക്കുക. ഉള്ളിലോട്ട് കടത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങോളം കടന്നു പോവും. ഇതുപോലെ കണ്ടില്ലേ, ഇതേപോലെ കടത്തി കൊടുക്കുക. അതിൻ്റെ അകത്ത് നല്ലപോലെ വളമുണ്ട്. ആ വളമില്ലതുകൊണ്ട് അതിൽ നല്ലപോലെ അങ്ങ് കയറി കിടക്കുന്നുണ്ട്. ആ 2ാമത്തെ ട്രിപ്പ് വളമിട്ടത് കൊണ്ട് അതിൻ്റെ അകത്ത് തന്നെയാണ് കിഴങ്ങ് ഈ ചേമ്പ് നടുന്നത്. ഉണ്ടല്ലേ, ഇതേപോലെ നട്ടു. ഇനിയിപ്പം ഇതാണ് നടേണ്ടത്. ഇത് കണ്ടില്ലേ, ഇതങ്ങ് ഉള്ളോട്ട് ലേശം കടത്തി വെച്ച് കഴിഞ്ഞാലിട്ടല്ല ഒരു കിഴങ്ങ് അധികം സൈഡിൽ മാത്രം ഒന്നും പോവാതെ കടത്തിയാൽ അത്രേ കിഴങ്ങ് ഉണ്ടാവില്ല. വേര് തട്ടുന്നിടത്തെല്ലാം കിഴങ്ങ് വരും. അതിനാണ് അതങ്ങനെ കടത്തി കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം നടുമ്പോൾ ശ്രദ്ധിക്കണം. തല മാറിപ്പോറ്. നടുമ്പോൾ തല മേലോട്ട് വരുന്ന തലയിൽ തന്നെ നടണം. അല്ലാതെ ഇരുന്നാലുണ്ടല്ലോ, തല തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കിഴങ്ങുണ്ടാവില്ല. കിഴങ്ങ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തല തിരിഞ്ഞു പോവാതെ ആ മേലോട്ട് തല വരുന്ന ഭാഗം തന്നെ നടണം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടില്ലേ, ഈ തിരി വരുന്ന ഈ ഭാഗം തന്നെ മേലോട്ട് നടണം. ഇത് കണ്ടില്ലേ, ഇത് അടി ഈടെ തന്നെ നടണം. അല്ലാതെ ഇത് ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ കിഴങ്ങ് ഒറ്റ ഉണ്ടാവില്ല. അങ്ങനെയുണ്ട് കേട്ടോ. അതുകൊണ്ട് അതെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മൾ നടുമ്പോൾ നടാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഈ പൈല് നട്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിനകത്താണ് നടണ്ട്. കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ ഇടിങ്ങനെ ഒന്ന് നട്ടു കൊടുത്തു. ഒന്നും കൂടി ഇങ്ങനെ നടും. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് കിടത്തി നട്ടു കൊടുക്കുക. കിടത്തി നട്ടു കൊടുത്താൽ ആ കിഴങ്ങ് ആ വേര് വരുന്നിടത്തെല്ലാം അങ്ങ് കിഴിഞ്ഞ് വന്നോളും. കിടന്നതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ നട്ടു കൊടുക്കുക. ഇത് കണ്ടല്ലോ, നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ കാണിച്ചു തരാം. കണ്ട, ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇത് കണ്ടല്ലോ. ഇതുപോലെ നട്ടു കൊടുക്കുക. ഇതുകൊണ്ടാ ഇത് 2 ട്രിപ്പിന് തന്നെ നട്ടത്. 2 അട്ടി ഇതിൽ തന്നെയാണ്, ചകിരിച്ചോറിൽ തന്നെയാണ് നട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് 2 അട്ടിക്കും നല്ലപോലെ കിഴങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 2 അട്ടി തന്നെ ഇട്ടിട്ട് നട്ട്. 2 ചാക്ക് തന്നെയാണെങ്കിൽ 2 അട്ടിയിലാണ് നട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരണം. നിങ്ങളെല്ലാം വീഡിയോ കണ്ടാൽ മാത്രമേ എനിക്ക് കാര്യമുള്ളൂ.
അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് കാര്യം എനിക്ക് എടുക്കാനുള്ള പ്രോത്സാഹനം തന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം. ഈ കുട്ടികളും നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവർ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.